ഗൈസ് അസ്സലാമലൈക്കും. അപ്പൊ ദേ നമ്മൾ മലപ്പുറത്ത് കല്യാണത്തിന് വന്നിരിക്കുകയാണ് ട്ടാ. അപ്പൊ മലപ്പുറത്ത് എൻ്റെ ഇക്കാക്കാന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ ഞങ്ങൾ ശനിയാഴ്ച വന്നിട്ട് അപ്പൊ കുറച്ചെടുത്തുള്ളൂ ട്ടാ. ശനിയാഴ്ചത്തെ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. അപ്പൊ ശനിയാഴ്ചത്തെ ഡ്രസ്സാണ് അവൾ ഇട്ടിരിക്കണത്. കൊച്ചിയിലെ പോലെ ഇങ്ങനെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങൊന്നും ഇല്ല ട്ടാ. ഇവിടെ വേറെ രീതിയിലാണ് കല്യാണം. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കണം ട്ടാ. അപ്പൊ ഇതൊക്കെ മാമാന്റെ പേരക്കുട്ടികളാണ് ട്ടാ, മോന്റെ മക്കളാണ്. അപ്പൊ അവരെല്ലാരും കൂടി കസിൻസ് എല്ലാരും കൂടി ഡാൻസ് കളിക്കണം ട്ടാ. നല്ല അടിപൊളി പാട്ടൊക്കെയാണ് ട്ടാ. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടണ കാരണമാണ് ഞാൻ പാട്ട് ഇടാത്തത്. അപ്പൊ നല്ല സ്റ്റെപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടാ. ശനിയാഴ്ചത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങള് മലപ്പുറത്ത് മമ്മാലി മാമാന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കണ വീഡിയോ ഉണ്ട് പിന്നെ എടുത്തത്. അപ്പൊ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മമ്മാലി മാമാന്റെ മോനാണ് ഇട്ടത്. അപ്പൊ അപ്പുറത്ത് സോഡന്റെ ഇതുണ്ട്. അപ്പൊ മാമാക്ക് സോഡന്റെ ബിസിനസ്സാണ് ഉണ്ടാക്കി അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യണത്. അപ്പൊ ഞാന് ഇത്ര നാൾ വന്നിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് എടുക്കാലോ എന്ന് ഓർത്ത് കണ്ട. അപ്പൊ ഇവിടെ സോഡ ഉണ്ടാക്കണതും കുപ്പി കഴുകണതൊക്കെ ഉണ്ടാ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എടുത്തോളൂ ട്ടാ. അപ്പൊ ഇതാണ്ട് നമ്മളെ മമ്മാലി മാമ. ഇവിടെ വരുമ്പോ ഞങ്ങൾ സോഡ കുടിക്കലാണ് ട്ടാ. നല്ല രസമാണ് ചെറുപ്പത്തിൽ വരുമ്പേ. സോഡ കുറെ സോഡകളുണ്ട്, കളർ സോഡയും ഉപ്പു സോഡ, അങ്ങനെ കുറെ സോഡകളുണ്ട് ട്ടാ. അതൊക്കെ കുടിക്കലാണ് ചെറുപ്പത്തിൽ വരുമ്പോ. അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങളിത് പിന്നെ വീട്ടിലേക്ക് പോണേട്ടാ. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോകാലോ എന്ന് ഓർത്തിട്ടാ. അപ്പൊ ഞങ്ങൾ വെറുതെ സെൽഫി ഒക്കെ എടുത്തിട്ടാ. അപ്പൊ അതിന്റെ കുഞ്ഞുമാന്റെ മരുമോളും മറ്റേ അനിയത്തിന്റെ മക്കളൊക്കെ ഉണ്ട്. ആങ്ങളുടെ ഒക്കെ മക്കളാണ്. കൊച്ചിന്ന് വന്നാണ്. അപ്പൊ അതിന്റെ മൂത്തുമാന്റെ മോളും മരുമോളും വന്നിട്ടുണ്ടായിട്ട് അവര് രാവിലത്തെ ട്രെയിനാണ് വന്നത്. 6 മണിക്കത്തെ ട്രെയിൻ കയറി ഇവിടെ 10 മണിയായപ്പോ എത്തി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഭാരതപ്പുഴയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവര് വന്നത്. അപ്പൊ പിന്നെ അവര് ഡ്രസ്സൊക്കെ മാറ്റി അവര് നമ്മളെ കൂടി വന്നിട്ടാ. അപ്പൊ എന്റെ മോനും പിന്നെ ഇക്കാന്റെ രണ്ടാമത്തെ പെങ്ങളെ മോനും വന്നിട്ടുണ്ട് ട്ടാ. അപ്പൊ അവനിക്ക് ഇവിടെ കാണണോന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്മാരൊന്നും വെള്ളത്തിൽ ഇറങ്ങിയില്ല, വെറുതെ വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുത്തി. ഞങ്ങളെല്ലാരും കൂടി ഇതേ വെള്ളത്തിൽ ഇറങ്ങണേട്ടാ. അപ്പൊ അധികം ആഴുണ്ടാ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യം ഇറങ്ങി. അപ്പൊ കുഴപ്പമില്ല, അധികം വലിയ ആഴമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണത് ഭയങ്കര പേടിയാണ്. അപ്പൊ കുഞ്ഞുപ്പ ഉണ്ടത് കൊച്ചിലുള്ള. അപ്പൊ കുഞ്ഞുപ്പ പതുക്കെ ഇറക്കിയിട്ട് അറ്റം വരെ എത്തിയപ്പോ എനിക്ക് പേടിയായിട്ടാ. കാരണം അങ്ങോട്ട് ഇറങ്ങുമ്പോ അധികം മണ്ണില്ല. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ഞങ്ങള് ഇത്രയും പേര് ഇവിടെ നിന്നിട്ടാ. കുറെ നാളായി ഇങ്ങനെ പുഴയിലൊക്കെ വന്ന് കുളിച്ചിട്ട്. ചെറുപ്പത്തില് സ്കൂൾ വീട്ടിനൊക്കെ നിൽക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ വരുമായിരുന്നു കേട്ടാ. നല്ല രസമായിരുന്നു ചെറുപ്പത്തില്. ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണ കേട്ടാ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ വെള്ളത്തിലിരുന്ന് സാധകം ചെയ്യണ പോലെയൊക്കെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഫണ്ണല്ല, എല്ലാരും കൂടി കൂടുമ്പോ നല്ല ഇതല്ല. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ കോമഡി ഒക്കെ കാണിക്കൂട്ടെ ഒപ്പം കൂടിയാലും. അപ്പൊ കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ഹാളിൽ വന്നപ്പോഴേക്കും നിക്കാഹും ഒക്കെ കഴിഞ്ഞ്. അപ്പൊ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ. അപ്പൊ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. അപ്പൊ നമ്മൾ കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ കുറച്ച് വീഡിയോ ഒക്കെ പിന്നെ എടുത്തിട്ടാ. കല്യാണ പെണ്ണിന്റെയും കല്യാണ ചെക്കിന്റെ ഒക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പൊ ഓരോരുത്തരും എടുക്കണ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ ഇതിന്റെ മാമാന്റെ പേരക്കുട്ടികളാണ് ട്ടാ, മോന്റെ മക്കളാണ്. അപ്പൊ ജസ്റ്റ് എല്ലാരും ഒന്നും അങ്ങനെ എടുത്തുന്നുള്ളൂ, വലിയ രീതിയിലൊന്നും എടുത്തില്ല കേട്ടാ.
അപ്പൊ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് എല്ലാരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. അത് കഴിഞ്ഞിട്ട് പുറത്ത് നമ്മ കുറച്ച് ഫോട്ടോ എടുക്കാലോന്ന് ഓർത്ത് കസിൻസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതെ മാമാന്റെ മോനുണ്ട് ട്ടാ. അപ്പൊ അവനൊക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണാണ്. ഇങ്ങനെ കൂടുമ്പോ എല്ലാം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെ നമ്മ മൂന്നേരും കൂടി ഫോട്ടോ എടുക്കണേട്ടാ. അപ്പൊ ഏതായാലും 3 മണി ആകാനായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അവിടെ അടുത്തുനിന്ന് കുറച്ച് ഒരു 3/4 മണിക്കൂർ വേണം കേട്ടോ. അപ്പൊ അവിടെ അടുത്തൊരു കടപ്പുറമുണ്ട്, ബീച്ചൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോകാലോന്ന് ഓർത്തിട്ട് എല്ലാവരും പിന്നെ അങ്ങോട്ട് പോയിട്ടാ. അപ്പൊ പിള്ളേർക്ക് ഒരു സന്തോഷമല്ലോ, പാർക്കിലൊക്കെ കളിക്കാം, വെള്ളത്തിലൊക്കെ കളിക്കാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളത് എല്ലാരും കൂടി ഇവിടെ അടുത്തുള്ള ബീച്ച് വന്നേക്കണേട്ട്. അപ്പൊ പിള്ളേർ കളിക്കാനുള്ള നല്ല അടിപൊളി പാർക്കും ഉണ്ട്. പാർക്കിൽ അങ്ങനെ കയറിയില്ല കേട്ടോ. നമ്മ എല്ലാരും കൂടി ബീച്ചിൽ കളിക്കാലോ എന്നോർത്ത് അപ്പൊ എല്ലാരും പതുക്കെ നടന്നു തന്നെയാണ് കേട്ടാ. അപ്പൊ കൊച്ചിന്ന് ഇക്കാക്കയും ഭാബി മോളും കൊച്ചും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അവരും നമ്മളെ കൂടി പാർക്കിലേക്ക് വന്ന് അപ്പൊ നമ്മളെല്ലാരും കൂടി ഇനി അങ്ങോട്ട് നടന്നിട്ട് എടുക്കാം വീഡിയോ. കളിക്കണ്ട കാശാക്കിയിട്ട് 2000-ത്തേക്കുള്ളതായിരുന്നു. അപ്പൊ ഇവിടുന്ന് കപ്പലുണ്ട്, പിന്നെ ഉപ്പിലിട്ട ചെറിയ നെല്ലിക്കില്ലേ, അങ്ങനെ കുറെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മ ബീച്ചിൽ വെള്ളത്തിൽ കുറെ നേരം കളിച്ച് പിന്നെ കുറച്ചെടുത്ത് ഇവിടെ വന്നിരിക്കണാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി നേരെ കൊച്ചിയിലേക്ക് പോകണം, കാരണം നേരം വഴുകെത്തുമ്പോ. അപ്പൊ അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പൊ ഞങ്ങൾ ഇനി കൊച്ചിയിലേക്ക് പോട്ടെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മുമ്പോട്ട് പോവുള്ളൂ കേട്ടോ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.